ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ ക്യൂസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉച്ചക്ക് കൊടുക്കാനുള്ള ഒരു 100 ഉന്നക്കായി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഫ്രൈ ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു 3 മണിയാകുമ്പോൾ കൊടുക്കണം. അപ്പോൾ രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഗ്രീൻ ടീ എല്ലാം കുടിച്ച് ഇപ്പോൾ ദോശ ചുടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുക്കുന്ന് പഴം പുഴുങ്ങിയെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മുട്ടപ്പണ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 100 ഉന്നക്കായി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല, 100 ഉന്നക്കായി ഉണ്ടാക്കാനുണ്ടായിന്. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എടുക്കുന്ന ചോറും കറീൻ്റെ എല്ലാം പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറും പയർ വറവും പിന്നെ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. ഇനി ഈ ഉന്നക്കായി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഈ 100 ഉന്നക്കായും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മണിയാകുമ്പോൾ ഡെലിവറി ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബാച്ച് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു കണ്ണൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ണൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ച് ഇട്ടിട്ട് ഇത് ഇനി നമുക്ക് ഒരു തുണിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പയർ വറവും പിന്നെ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ എണ്ണയെല്ലാം നല്ല ഡ്രൈ ആയതിന് ശേഷം ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പനീർ ബട്ടർ മസാലേൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ ഇത് രാത്രിയിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ ഉള്ളീനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വെന്തുടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് 1 ടീസ്പൂണ് കസൂരി മേത്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി അതേ പാനിൽ ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാക്കറ്റ് പനീർ ഇട്ട് കൊടുക്കാം. ഈ പനീറിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ പനീറെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അരച്ചെടുത്ത ഈ അരപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതും ചപ്പാത്തീൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ.